ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അർഫ്ത സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുറക്കെ തന്നെ കാണിക്കുന്നത് അദേശിനെയും മേർജിനെയുമാണ്. മേർജിൻ അദേശിനെ പോകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞിട്ട് പോയതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? നിങ്ങൾ എന്നെ 187 ദിവസത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നതാണോ പറയുന്നത്? ഇത് കേൾക്കുന്ന അദേശ് പറയും, ഞാനൊന്നും തമാശയായിട്ട് പറഞ്ഞതല്ല. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വെറും ഒരു ദിവസം മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും എനിക്കിത് ബലം പ്രയോഗിച്ചും ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് അദേശ് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മേർജിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് മേർജൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അദേശിനെയാണ്. ഈ ഓഫറിന്റെ കാര്യമെല്ലാം അവൻ അവരോട് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന ആൻറ്റിക്കും ആസ്ലിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ആസ്ലി അവനോട് പറയുന്നുണ്ട്, അതിന് നീ അവൾ വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. ഇത് കേൾക്കുന്ന ആൻറ്റിയും പറയുന്നുണ്ട്, ആ ഹൈദറിന്റെ മകളാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇതൊരു നല്ല പ്ലാൻ അല്ല എന്ന് അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അദേശ് പറയും, ആ നസീറിനെ അവരുടെ ഫാമിലിയിൽ നിന്ന് മാറ്റാനായിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മേർജന്റെ വീടാണ്. മേർജന്റെ അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെ ഒരു ഓഫറും കൊണ്ടുവരും, ഇതെന്താ ഇത്? അവർക്കൊന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ അമ്മ അവരോട് പറയുന്നത്, എന്തായാലും നസീറിനേക്കാൾ നല്ലൊരു ഓഫറാണ് ഇവൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് കാണുന്ന മേർജിന് നല്ല ദേഷ്യം വരികയാണ്. പൈസ എങ്ങോട്ടാണോ അവിടേക്കാണ് അമ്മ പോകുന്നത്. അപ്പോൾ അമ്മ പറയും, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴി നിന്റെ കയ്യിലുണ്ടോ? ഇത് കേൾക്കുന്ന അവളുടെ സഹോദരൻ പറയും, നമ്മൾ നസീറിന് വാക്ക് കൊടുത്താണ് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പിന്നെ അവന്റെ ഡീലിലേക്ക് പോകുന്നത്? ഇത് കേൾക്കുന്ന അമ്മ പറയും, നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാണ് നസീറിനെ കുറിച്ച് പറയുന്നത്? അവന്റെ ആവശ്യമൊന്നും നമുക്കിനി ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ ഇതെല്ലാം കേൾക്കുന്ന മേർജിന് നല്ല ദേഷ്യം വരികയാണ്. എല്ലാവരും നിർത്തിക്കോ, ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഞാൻ എന്താ വല്ല വിൽപ്പന ചെറുക്കും മറ്റാണോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണാലോചനയല്ല നടത്തുന്നത്, എന്നെ കൊലക്ക് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നസീർ വരുന്നത്. നസീർ അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണ്. ഇത് കാണുന്ന നസീർ അവരോട് ചോദിക്കും, എന്താ പ്രശ്നം? അവൻ ഇവിടെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരാരും അവരോടൊന്നും മിണ്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വീണ്ടും അദേശിന്റെ വീട് തന്നെയാണ്. എന്തായാലും ആ ഹൈദറിന്റെ മകളെ നീ കല്യാണം കഴിക്കേണ്ടെന്ന് തന്നെ മുസൈൻ പറയാണ്. ഇത് കേൾക്കുന്ന ജമാൽ പറയും, മതി, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എന്തായാലും അദേശ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അവന്റെ കൂടെയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആസ്ലിയും പറയുന്നുണ്ട്, അതെ, നീ ഒരിക്കലും വെറുതെ ഒരു തീരുമാനം എടുക്കില്ല, അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഞാനുണ്ട്. എന്തായാലും അവരുടെ കുടുംബത്തോട് പ്രതികാരം വീട്ടാന്നുള്ളത് എൻ്റെ കൂടെ ലക്ഷ്യമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുസൈൻ ആൻറ്റിയും ഇതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നസീറിനെയാണ്. എൻ്റെ മുന്നിൽ നിന്നും എൻ്റെ മണവാട്ടിയെ തട്ടിക്കൊണ്ടുപോയ അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് നസീർ അദേശിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഹൈദർ അവനെ തടയാണ്. വെറുതെ നീ അവൻ്റെ അടുത്ത് പോയി അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് കൂട്ടാൻ നിൽക്കേണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നസീർ നല്ല ദേഷ്യം വരികയാണ്. ഓ, അപ്പം നിങ്ങൾ അവൻ്റെ ഭാഗത്തേക്ക് മാറിയല്ലേ? നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു അവളെ വിവാഹം കഴിച്ചു തരുന്നു, എന്നിട്ട് ഇപ്പം നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഞാൻ അവനോട് പോയി ചോദിച്ചിരിക്കുന്നു പറഞ്ഞ് അവൻ വീണ്ടും പോകാൻ നിൽക്കായിരിക്കും. ഇത് കാണുന്ന ഹൈദറിന് നല്ല ദേഷ്യം വരും. മേർജിൻ എൻ്റെ മകളാണ്, അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ നിന്റെയൊക്കെ മുന്നിൽ നിന്ന് തന്നെയല്ലേ മേർജിനെ അവൻ തട്ടിക്കൊണ്ടുപോയത്? അപ്പോൾ നിന്റെ ഈ വാശിയും വൈരാഗ്യമൊന്നും കണ്ടില്ലല്ലോ. ഇത് കേൾക്കുന്ന നസീർ ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് മേർജിനെയാണ്. മേർജിനും ദമ്മത്തും കൂടി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മേർജിൻ. അപ്പോഴാണ് മേർജിന് പെട്ടെന്നൊരു ഐഡിയ വരുന്നത്. അങ്ങനെ അവൾ ഒരുപാട് കോൺഫിഡൻസോട് കൂടി തന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അദേശിനെയാണ്. അദേശിൻ്റെ അടുത്തേക്ക് ദേഷ്യം പിടിച്ച് വരുന്ന നസീറാണ്. അവനെ കൂടെ കുറച്ച് ഗാർഡ്സിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള തോക്ക് കാണിച്ച് അദേശിനെ ഭീഷണിപ്പെടുത്താണ്. എന്നാൽ ഇതെല്ലാം കാണുന്ന അദേശിന് നല്ല ചിരി വരികയാണ്. നീ എന്താ എൻ്റെ സ്ഥലത്തേക്ക് വന്ന് എന്നെ തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് അദേശിൻ്റെ കുറേ ആൾക്കാർ അവിടേക്ക് വരികയാണ്. ഇതെല്ലാം കാണുന്ന നസീർ പണി പാളിയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് കാറിൽ മേർജൻ ഇറങ്ങി വരുന്നത്. അദേശിനോട് സംസാരിച്ച ഇതെല്ലാം സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അവൾ വരുന്നത്. അങ്ങനെ അവൾ അവിടേക്ക് വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും തോക്ക് പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അതെല്ലാം കണ്ട് അവൾ ആകെ ടെൻഷനായി അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങളെന്താ എല്ലാവരും പരസ്പരം തമ്മിൽ തല്ലി ചാവാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ഇത് കാണുന്ന നസീർ ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? മേർജനാണെങ്കിൽ ഇതേ ചോദ്യം നസീറിനോട് തിരിച്ചു ചോദിക്കുകയാണ്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പം നസീർ പറയും, ഇവരിങ്ങനെ തൊട്ടതിന് പകരം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ അവളും പറയും, ഇവനതിന് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, നീ ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോ എന്ന് പറയും. അപ്പം നസീർ പറയും, എന്നാൽ നമുക്ക് രണ്ടുപേർക്ക് ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് പോകാൻ നിൽക്കായിരിക്കും. ഇത് കാണുന്ന അദേശിന് നല്ല ദേഷ്യം വരികയാണ്. അവൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയും, ഇവള് ഇനിയും തൊട്ടാ നിന്നെ ജീവനോടെ കത്തിക്കും. ഇത് കേൾക്കുന്ന നസീർ ആകെ ഷോക്കാവാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് മേർജൻ നസീറിനോട് പറയും, ദയവായി ഇവിടെ നിന്ന് പോ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ നസീർ ആകെ നാണം കിട്ടോണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവൻ പോയതിനു ശേഷം മേർജൻ അദേശിനോട് സംസാരിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നോ? ഇത് കേൾക്കുന്ന അദേശ് പറയും, ഞങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ അതിനിടയിൽ കയറി വന്ന് എന്തിനാണ് വെറുതെ കൊളാക്കിയത്? ഇത് കേൾക്കുന്ന മേർജൻ പറയും, ഞാൻ നിങ്ങളോട് ഒരു സീരിയസ് കാര്യം സംസാരിക്കുകയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ ഡീലിൽ നിന്നും ആ
വിവാഹത്തിന്റെ കാര്യം ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എന്റെ ഡീൽ എന്താണെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞതാണല്ലോ, അതിൽ നിന്നും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദേശ് അവിടുന്ന് പോവാണ്. എങ്കിൽ മെർജനാണെങ്കിൽ അവന്റെ പിറകെ തന്നെ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവൾ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ അവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ അവനെ അന്വേഷിച്ച് അതിലൂടെ മൊത്തം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അവനെ വിളിച്ചിട്ടും കേൾക്കാത്തതുകൊണ്ട് തന്നെ ഒരു റൂം കാണുമ്പോൾ അവൻ അതിനുള്ളിൽ ഉണ്ടെന്ന് വിചാരിച്ച് അവൾ അതിനുള്ളിലേക്ക് കയറാൻ നിൽക്കുകയായിരിക്കും. ആ റൂമിലാണെങ്കിൽ ആദേശ് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവരുടെ മൊത്തം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ആ റൂമിലുണ്ട്. അങ്ങനെ ആദേശിന്റെ പേര് വിളിച്ച് മെർജൻ ആ റൂമിലേക്ക് കയറി ചെല്ലാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ബാക്കിലൂടെ ആദേശ് വന്ന് അവളുടെ കൈ പിടിച്ച് മാറ്റുന്നത്. ഇത് കാണുന്ന മെർജൻ ആകെ ഷോക്കാവാണ്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദേശ് നേരെ തിരിച്ചു ചോദിക്കുകയാണ്. അത് ഞാൻ നേരെ അങ്ങോട്ടല്ല ചോദിക്കേണ്ടത്, എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവൾ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറയാൻ വേണ്ടി വന്നതാ, ഒരു 5 മിനിറ്റ് മതി, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ എന്ന് പറയുന്നു. എനിക്ക് പറയാനുള്ള കാര്യമെല്ലാം ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതാണ്, ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനില്ല എന്ന് പറഞ്ഞ് മെർജൻ അവിടെ നിന്നും പുറത്താക്കാണ്. വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞ മെർജൻ വീണ്ടും ആദേശിന്റെ പിറകെ തന്നെ കൂടിയിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാലെന്താ? ശരി, 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റെങ്കിലും കേട്ടൂടെ, ഇത് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ആദേശ്, എന്തെങ്കിലുമൊക്കെ കാണിക്കും, വെറും 2 മിനിറ്റ്, അതിനുശേഷം നീ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. അങ്ങനെ മെർജൻ അവിടെ കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. നോക്കതേഷ്, എൻ്റെ കയ്യിൽ ഒരു അടിപൊളി പ്രൊജക്റ്റ് ഉണ്ട്. കുറേ കാലമായിട്ട് അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ ഈ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പ്രൊജക്റ്റ് തരികയാണ്. ആ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിൽ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. രാപ്പകലില്ലാതെ ആ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ അധ്വാനിക്കാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും നിങ്ങൾ തന്നെ എടുത്തോളൂ. ഒരു പൈസ പോലും എനിക്ക് വേണ്ട. പക്ഷേ ഇതിന് പകരമായിട്ട് നിങ്ങൾ പറഞ്ഞ ഡീലിൽ നിന്നും ആ വിവാഹം ഒന്ന് മാറ്റണം. 2 മിനിറ്റ് കഴിഞ്ഞു, ഇനി നീ പോയിക്കോ. ഇത് കേൾക്കുന്ന മെർജന് നല്ല ദേഷ്യം വരികയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാണോ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നതന്നെയില്ല. 187 ദിവസത്തിന് വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കുക, അതിനുശേഷം ഡിവോഴ്സ് ചെയ്യുക, ഇതൊക്കെ എന്താ നിങ്ങൾ തമാശയായിട്ടാണ് ഇതൊക്കെ കാണുന്നത്? ഇത് കേൾക്കുന്ന ആദേശ് മെർജന്റെ അടുത്തേക്ക് വന്ന് പറയാണ്, ചിലപ്പോൾ ഈ വിവാഹമൊന്നും ഞാൻ തമാശയായിട്ടാവില്ല കാണുന്നത്, ചിലപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ കാണുമെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മെർജന് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ നിൽക്കോ? എങ്കിൽ ഇതിനൊന്നും ആദേശ് വലിയ ഉത്തരങ്ങളൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുന്ന മെർജന് നല്ല ദേഷ്യം വരികയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു നല്ല ആളാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ നസീറിന്റെ അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമല്ല, നിങ്ങളാരും ഒരേ കണക്കിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവൾ കാറ് കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാർ എത്ര നോക്കിയിട്ടും സ്റ്റാർട്ട് ആവുന്നുണ്ടാവില്ല. അപ്പോഴാണ് ജമാൽ അവളുടെ കാറിലെ കേബിൾ ഊരിയെടുത്ത കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കാർ എത്ര ഓടിച്ചിട്ടും സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് തന്നെ അവൾ പുറത്തിറങ്ങി നോക്കുന്നു. ഇതെല്ലാം നസീർ ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവൻ സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ടില്ലായിരുന്നു. കാറിന് പുറത്തിറങ്ങി നിൽക്കുന്ന മജന്റെ അടുത്തേക്ക് ആദേശ് വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്താൽ മതിയോ? ഇത് കേൾക്കുന്ന മജൻ, ഞാൻ ഒറ്റയ്ക്ക് എന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഒരു ടാക്സിക്ക് കൈ കാണിക്കുകയാണ്. അപ്പോഴാണ് ആദേശ് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന നസീറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദേശ് പറയും, നീ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ആ ടാക്സി ഡ്രൈവറിനോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ആദേശ് കയറി ഇരിക്കുകയാണ്. അങ്ങനെ മജൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇതെല്ലാം ദൂരെ നിന്ന് നസീർ കാണുന്നുണ്ട്. അവനും വേഗം അവൻ്റെ വണ്ടി കയറി അവിടെ പിന്നാലെ തന്നെ പോവാണ്. അങ്ങനെ ആദേശ് മജനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് അവൻ തിരിച്ചു പോകും. അപ്പോൾ കറക്റ്റ് സമയത്തിന് തന്നെ നസീർ അവിടെ എത്തുന്നുണ്ട്. നസീർ ഓടി മജൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ ഇത്ര നേരം അവിടെ എന്തായിരുന്നു ചെയ്തിരുന്നത്? അവൻ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത് എന്നെല്ലാം നസീർ മജനോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ നസീറെ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞ മജൻ അവിടെ ദേഷ്യം പിടിച്ച് പോവാണ്. ഇതെല്ലാം കേൾക്കുന്ന നസീറിന് ആകെ എന്തോ പോലെ ആവാണ്. അങ്ങനെ ആ ദേഷ്യത്തിൽ അന്ന് രാത്രി ജമാലും ആദേശും കൂടി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നസീറിന്റെ ആൾക്കാരെല്ലാം അവിടേക്ക് എത്തുകയാണ്. പക്ഷേ ആദേശിന്റെ ആൾക്കാരുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നസീറിന്റെ ആൾക്കാരെ അവർ രണ്ടുപേരും കൂടി അടിച്ചു തോൽപ്പിക്കുകയാണ്. വീട് കാണിക്കുന്നത് ആദേശിന്റെ വീടാണ്. അസ്ലി പതിവ് പോലെ തന്നെ അവനെ അന്വേഷിച്ചിരിക്കുകയാണ്. ഇതവന്റെ ഫേവറേറ്റ് ഫുഡാണ്. ഇത്ര നേരിട്ടും അവനെന്താ വീട്ടിൽ വരാത്തത് എന്നാലോചിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മുസൈൻ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോഴും അവനോടുള്ള ഇഷ്ടം മനസ്സിലുണ്ടോ? ഞാനിതിനെക്കുറിച്ച് നിന്നോട് മുൻപ് പറഞ്ഞതാണ്, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലിക്ക് കുറേ കാലമായിട്ട് തന്നെ ആദേശിനോട് ഇഷ്ടമാണ്. പക്ഷേ അതുവരെ അവൾ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് നടക്കില്ല എന്ന് ആദ്യം തന്നെ മുസൈൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും, അതിന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ പോലെ അവനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവൾ അമ്മയോട് കള്ളം പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ആദേശും ജമാലും വരുന്നത്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ജമാലുടെ മുഖത്തുള്ള പാട് അവർ കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവരവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന മുസൈൻ പറയാണ്, ഇതെല്ലാം ആ ഹൈദറിന്റെ മകൾ കാരണമാണ് അല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന്. അവളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. ഇത് കേൾക്കുന്ന ആദേശ് അതിന് വല്ലാതൊന്നും മറുപടി പറയാൻ നിൽക്കാതെ വേഗം വിഷയം മാറ്റാണ്. ഈ ഫുഡ് ആരാ ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വേറെ കാര്യം പറയാണ്. പിന്നീട് കാണിക്കുന്നത് മജന്റെ ഫാമിലിയാണ്. അവിടെ ഹൈദർ ആദേശിനെ കുറിച്ചുള്ള ഓരോ വിവരവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വൈഫിനോട് പറയും, ഇതുവരെ അവനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവനക്ക് നമ്മുടെ എല്ലാ കടബാധ്യതകളും വീട്ടാനുള്ള പൈസ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005
മേജന് മുൻപുള്ള കാര്യങ്ങളൊന്നും അവരെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. ഇത് കേൾക്കുന്ന അവരുടെ ഭാര്യ പറയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇപ്പം എന്തായാലും അവർക്ക് നമ്മളുടെ കടബാധകളെല്ലാം തീർക്കാനുള്ള പൈസ ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ പണ്ടത്തെ അയാളൊക്കെ കുത്തിപ്പൊക്കുന്നത്? ഇത് കേൾക്കുന്ന ഹൈദറിന് നല്ല ദേഷ്യം വരികയാണ്. എന്തായാലും മേജൻ എൻ്റെ മകളാണ്, ദേഷ്യൻ്റെ ഡീലിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ മേജനെ ഇങ്ങനെ റിസ്ക് പിടിച്ച് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പുറത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് ആരാന്ന് നോക്കുമ്പോൾ വേറെ ആരും ആയിരിക്കില്ല, നമ്മുടെ ആദേശ് തന്നെ ആയിരിക്കും. നീ ഇവിടെ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ നിന്റെ കാറ് ശരിയാക്കിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ചാവി അവൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവൾ പറയും, സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എങ്കിലും ഇത് ചെയ്തതിന് നന്ദിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവൾ അവനെ തടയാണ്. ഇത് ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് നന്നായി ചിന്തിച്ച് നോക്ക്. ആ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കാം. ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഡീലിൽ നിന്നും ഈ മാരേജ് ഒഴിവാക്കി തരണം. എന്നാൽ ഞാൻ ഇപ്പം തന്നെ ആ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് തരാം. ഇത് കേൾക്കുന്ന ആദേശ് പറയുന്നതും ഞാൻ അവസാനമായിട്ടാണ് നിന്നോടും പറയുന്നത്, ഡീലിൽ നിന്നും മാരേജ് ഒഴിവാക്കിയാൽ പിന്നെ എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ മേജനെയാണ്. അവൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവളുടെ അമ്മ വിളിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് അവൾ ആദേശ് അവളെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇത് കാണുന്ന അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ ആദേശിനോട് വന്ന് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഫോളോ ചെയ്ത് വരികയാണോ? അപ്പോൾ ആദേശ് പറയും, ഇത് തികച്ചും ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. അല്ല, എന്തായാലും ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് എൻ്റെ ഉത്തരം വേണമെന്ന് പറയും. അപ്പം അവൾ പറയും, അതെല്ലാം നീ പേടിക്കേണ്ട, വൈകാതെ തന്നെ നിനക്ക് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിക്കോളും. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഇനി മുതൽ എനിക്ക് നിങ്ങളുടെ മുഖം കാണേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയും, അത് നീ അത്ര അങ്ങോട്ട് ഉറപ്പിക്കണ്ട, അവർക്ക് അവൻ്റെ ഈ ഡീൽ വേണ്ടെന്ന് അവനക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ വേഗം ജമാലിനെ വിളിച്ച് പറയാണ്, ഹൈദർ ആ നസീറുമായിട്ടുള്ള അഗ്രിമെൻറ്റിന് ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് മാജൻ്റെ ഫാമിലിയാണ്. അവരെല്ലാവരും നസീറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അമ്മ പറയുന്നുണ്ട്, നസീറിനേക്കാൾ നല്ലത് ആദേശിൻ്റെ ഓഫറായിരുന്നു, പക്ഷേ അച്ഛൻ അതിട്ടും താല്പര്യമില്ല. അപ്പോഴാണ് ഇത്ര നേരമായിട്ടും അവർ വരാത്തതുകൊണ്ട് തന്നെ സഹോദരനോട് ഫോണിൽ വിളിച്ച് നസീറിനോട് വേഗം വരാൻ വേണ്ടി അച്ഛൻ പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. ആദേശ് വന്ന പാടെ തന്നെ അച്ഛനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഹൈദർ പറയും, നീ പറഞ്ഞ ഡീലിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും നന്നായി ആലോചിച്ചു, പക്ഷേ ഇതൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്ന ഒരു ഡീലല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോഴാണ് അവളുടെ സഹോദരൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നത്, അച്ഛാ ഒരു വലിയ പ്രശ്നമുണ്ട്, നസീറിൻ്റെ അക്കൗണ്ടെല്ലാം ഫ്രീസായി പോയെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ആദേശിന് നല്ല ചിരി വരികയാണ്. അവൻ ജമാലെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ആദേശ് ഒന്നും അറിയാത്ത പോലെ അവരോട് സംസാരിക്കും. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഞാൻ തന്ന ഓഫർ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദേശ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ഹൈദറിൻ്റെ ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ നസീറുമായിട്ടുള്ള ഒരു ഇടപാടും വേണ്ടെന്ന്. ഇപ്പോൾ ഇതാ ഇവനെ കൂടി നമ്മുടെ കൺമുന്നിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്, വേഗം അവനെ തടഞ്ഞ് ഇതിന് ഓക്കെയാണെന്ന് പറ. അങ്ങനെ പോകാൻ നിൽക്കുന്ന ആദേശിനെ തടഞ്ഞുകൊണ്ട് ഹൈദർ പറയുകയാണ്, ഒരു നിമിഷം, നിങ്ങൾ പറഞ്ഞ ഈ ഡീൽ ഞങ്ങൾക്ക് സമ്മതമാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഞങ്ങൾ സമ്മതിക്കുന്നു. ഇത് കേൾക്കുന്ന ആദേശിന് അവൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. അവൻ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഹൈദർ ഒരു വലിയ വടിയെടുത്ത് അവന് ഒരുപാട് മർദ്ദിക്കുന്ന കാര്യം അവൻ ഓർക്കുന്നു. അവരാരും ഇനി തിരിച്ചു വരില്ല, അവരെല്ലാവരും മരിച്ചു പോയി എന്ന് പറഞ്ഞ് ഹൈദർ അവനെ തല്ലിക്കൊണ്ടിരുന്ന കാര്യം അവൻ ഓർക്കുന്നു. അതിനുശേഷം അവൻ മേജൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാ കണ്ടീഷനും ഓക്കെ ആയിട്ട് തന്നെയല്ലേ ഇതിന് സമ്മതിക്കുന്നത്? ഇത് കേൾക്കുന്ന ഹൈദർ മേജനെ നോക്കിക്കൊണ്ട് ആദേശിനോട് പറയുകയാണ്, അതെ, ഞങ്ങൾക്ക് എല്ലാ കണ്ടീഷനും ഓക്കെയാണ്, ഞങ്ങളുടെ മകളായ മേജനെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കും എന്ന് അവർ അവനക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന മേജന് ആകെ വിഷമമാവാണ്. ഇനി എന്ത് ചെയ്യും എന്നൊന്നും അറിയാതെ അവൾ അവിടെ തന്നെ ആകെ വിഷമിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. ഇതോടുകൂടി അറഫ്ത സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.